എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് പുഷ്പ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകളുടെ കയ്യിലെ മുട്ടിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു 10-15 ദിവസത്തെ മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും മതി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് വേദനയും കഴപ്പും കൂടിയപ്പോൾ അത് വീണ്ടും പോയി ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫെബ്രുവരി 6-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിൽ ക്യാൻസറാണ്, നിങ്ങൾ അമല ഹോസ്പിറ്റലിലേക്ക് അത് വീണ്ടും ചെക്കപ്പിനായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അമല ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി അത് ടെസ്റ്റിനായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ചിലപ്പോൾ ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ട വരും, അത് കുറേ ദശയും കൂടി അവിടെ നിന്ന് മുറിച്ചെടുക്കേണ്ട വരും എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം നമുക്ക് വീണ്ടും അത് ടെസ്റ്റിന് കൊടുക്കേണ്ട വരും, നമ്മളിപ്പോൾ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു 20-ാം തീയതി ആ ടെസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് പിറ്റേ ദിവസം തന്നെ വേഗം വന്നു. ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയും കൂടിയാണ് വന്നത്. അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയി. ഞാൻ വീട്ടിൽ പോയി എന്നും ഉപവസിച്ചും പ്രാർത്ഥനയിലും ഇരുന്നു. 20 ദിവസം കഴിഞ്ഞു. ഞങ്ങൾക്കത് റിസൾട്ട് വന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പറയായിരുന്നു, ലാബിലേക്ക് കിടന്ന് ചെല്ലുന്നത് നഴ്സോ ഡോക്ടേഴ്സോ ഒന്നുമല്ല, എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും വേണം. റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവായിരിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുപോലെ ഞാൻ രാത്രി 3 മണിക്ക് ഏറ്റിരുന്ന് എന്നും ജപമാല എത്തിക്കുമായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 28-ന് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മകൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1:30 ആയപ്പോഴാണ് മകൾ വിളിച്ച് പറയുന്നത്, റിസൾട്ട് വന്ന അമ്മയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എൻ്റെ മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞ് കുറേ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞു മക്കളും കൂടി വന്ന് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മകന് 5 വയസ്സായി. ഇതുവരെ അവൻ സംസാരിക്കുന്നതൊന്നും നല്ലപോലെ തിരിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ മകന് നല്ലപോലെ എൻ്റെ മകനെ നല്ലോണം സംസാരിക്കാൻ കഴിയണം. അവൻ LKG പോയി തുടങ്ങി. എല്ലാവരും സംസാരിക്കുമ്പോൾ മകന് സംസാരിക്കാൻ കഴിയാതെ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിച്ച് ഞാൻ അവന് എന്നും തൈലം തേച്ച് കുരിശ് വരച്ച് തേൻ കൊടുക്കും, ഉപ്പും വെള്ളം കലക്കി ഞാൻ എന്നും കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മകൻ്റെ ഇപ്പോൾ അവൻ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന് ഞാൻ അതിന് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ മകൾക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. മകൾ ഇവളാണ് നക്ഷത്ര. ആ മകൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു, ചെറിയ മുഴയായിരുന്നു ആദ്യം. അപ്പം ഞങ്ങളത് അത്രയും ഇതാക്കിയില്ല. പിന്നെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അത് വലുപ്പം വെച്ച് ഒരു ചെറുനാരങ്ങ വലുപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ ചെയ്യാതെ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും വേറൊരു ഡോക്ടറെയും കൂടി കണ്ടു. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു, ഇതുപോലെ തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ സാധിക്കില്ല, പിന്നെ ബ്രസ്റ്റ് ചിലപ്പോൾ ഓപ്പറേഷൻ കഴിയുമ്പോൾ ബ്രസ്റ്റ് ചിലപ്പോൾ പോന്നു വരും. അത് കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതെല്ലാം സമ്മതിച്ചും കൂടി പോന്നു. ഞങ്ങളൊരു ഡേറ്റ് നിങ്ങൾ തീരുമാനിച്ച് വരാൻ പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. 2023 27/3 ഞാൻ 27-ാം തീയതി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി. എൻ്റെ മകൾക്ക് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം എത്തിച്ച് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. എന്ന് രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ച് അത് 3-ാമത്തെ ദിവസം പൂർണ്ണമായും ആ മുഴ അവിടെ കാണാനില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം അത്രമാത്രം ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകും. അമ്മ മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാലും അമ്മ മാതാവ് ചെയ്തു തരുന്നുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം എനിക്കുണ്ട്. അമ്മയോട് ഞാൻ എന്നും യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ഞങ്ങളുടെ അവിടുന്ന് 2-3 കൂട്ടർ കൂടി ഞങ്ങൾ അനാഥാലയത്തിൽ എല്ലാ ബുധനാഴ്ചയും ഭക്ഷണം കൊടുക്കാറുണ്ട്. വസ്ത്രങ്ങളില്ലാത്ത മക്കൾക്ക് ഞങ്ങൾ അന്വേഷിച്ച് മേടിച്ച് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്.
അപ്പോൾ പിന്നെ പത്രം മേടിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾ വിശ്വാസ പ്രമാണം എത്തിച്ചു കൊടുക്കും. പള്ളിയിലേക്ക് വരാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവരെ ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയും അതുപോലെ ഉടമ്പടി 5-6 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. വയസ്സായ മക്കളെ അന്വേഷിച്ച് അവർക്ക് ചായ കുടിക്കാനുള്ള പൈസയും എല്ലാം കൊടുക്കും. എൻ്റെ മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. ദിവസം ഞാൻ രാവിലെ 5:30 പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ ആരാധന എന്നും ഞാൻ കൂടാറുണ്ട്. അതുപോലെ അമ്മ മാതാവേ ജപമാല ഞാൻ എത്തിക്കാറുണ്ട്. 1000 മണി ജപമാല ഞാൻ ചില ദിവസങ്ങളല്ല 30 ദിവസം നിയോഗം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടി ഞാനതുപോലെ ഈ 1000 മണി ജപമാല എത്തിക്കാറുണ്ട്. ഞാൻ ഒരു ഹിന്ദു ആണ്. ഞാൻ 17 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ ഈശോയിലും മാതാവിലുമാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളും അതുപോലെ തന്നെ അവരും ഈ ദൈവത്തിൽ മാത്രം മാതാവിൻ്റെ അടുത്താണ് അവർ അധികം ഭാഗം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞുമക്കൾ പോലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കാറുണ്ട് എന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും മാതാവിനെയും ഈശോയിനും കൂടുതലായി ഞങ്ങൾ അറിയുകയും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ഈശോ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഞങ്ങളതുപോലെ തന്നെ ഇത് പ്രാർത്ഥിച്ച് ഈ റിസൾട്ട് എൻ്റെ മൂത്ത മകൾ ഇവൾക്ക് ക്യാൻസർ ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ടെസ്റ്റിനായി പോയ അന്ന് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മെഴുകുതിരിയിൽ ഒരു ഒരു വിരൽ മടക്കി പിടിച്ച് ഒരു വിരൽ മാത്രം ഇങ്ങനെ നിവർത്തി പിടിച്ച് നിൽക്കുന്നതായി തെളിഞ്ഞു വന്നു. അത് 2-3-4 ദിവസം അങ്ങനെ നിന്നു, ഉരുങ്ങിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. അമ്മ മാതാവ് കൈ പിടിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അമ്മയെ എത്ര വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നതിനോർത്ത് അമ്മ മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. റോമ